ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ 10ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു. എടക്കരയിൽ ആദ്യമായി ലേബർ സ്യൂട്ടോട് കൂടിയ ഡെലിവറി കോംപ്ലക്സ്, അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ 3 NICU, അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക്, 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ്, സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ, കീ ഹോൾ സർജറി യൂണിറ്റ്, മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ്, എക്സ്റേ, ലാബ്, ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര. NOCയുടെ മറവിലെ ഉദ്യോഗസ്ഥ അഴിമതി, വനം വിജിലൻസ് പരാതിക്കാരിൽ നിന്നും മൊഴിയെടുത്തു. വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രന് നൽകിയ പരാതിയിലാണ് അന്വേഷണം നടക്കുന്നത്. NOCയുടെ മറവിലെ ഉദ്യോഗസ്ഥ അഴിമതി, വനം വിജിലൻസ് പരാതിക്കാരിൽ നിന്ന് മൊഴിയെടുത്തു. വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രന് നൽകിയ പരാതിയിലാണ് അന്വേഷണം നടക്കുന്നത്. കോഴിക്കോട് വനം വിജിലൻസ് DFOയ്ക്കാണ് അന്വേഷണ ചുമതല. വനം വിജിലൻസിന്റെ വടവറം ഓഫീസിലെത്തിയാണ് പരാതിക്കാരനായ ഇസ്മായിൽ എരഞ്ഞിക്കൽ മൊഴി നൽകിയത്. വനം വകുപ്പിന്റെ നിലമ്പൂർ ഡിവിഷൻ ഓഫീസുകളിൽ NOC ആവശ്യത്തിനായി എത്തുന്നവരിൽ നിന്നും ചില ഉദ്യോഗസ്ഥർ പണം വാങ്ങുന്നതായും പരാതിയിൽ പറയുന്നുണ്ട്. പണം നൽകാൻ വിസമ്മതിക്കുന്നവരെ അകാരണമായി NOC നൽകാതെ കാലതാമസം വരുത്തുന്നതായും പരാതിയിൽ പറയുന്നു. നിലമ്പൂർ ഫോറസ്റ്റ് ഡിവിഷൻ കീഴിലുള്ള മലപ്പുറം ജില്ലയിലെ ആസ്ഥാനമാണ് നിലമ്പൂർ 2 ഡിവിഷനും, ഫോറസ്റ്റ് ഡിവിഷൻ. ഇവിടെ മലയോര മേഖലകളിൽ താമസിക്കുന്ന ആളുകൾക്ക് വനം വകുപ്പിന്റെ NOC അനിവാര്യമാണ്. 65-70% വരുന്ന ഈ മേഖല വനത്തോട് ചേർന്നുള്ള മേഖലയാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യം. അവിടെ 10 സെന്റ് ഏക്കാനും ശരി, 1 ഏക്കറക്കാരും ശരി, 100 ഏക്കറും ശരി, ആര് ഭൂമി വിൽക്കണമെങ്കിലോ അതുപോലെ തന്നെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക്, കുട്ടികൾക്ക് വേണ്ടി ബാങ്കിൽ ലോൺ കിട്ടാനോ ഏതാവശ്യങ്ങൾക്കും വേണ്ടിയിട്ടാണെങ്കിലും NOC നിർബന്ധമാണ്, എല്ലാവർക്കും അറിയുന്ന. പക്ഷെ ഈ NOCക്ക് ഒരു അപേക്ഷ കൊടുത്താൽ അവിടെ ഇടനിലക്കാരായ ഏജന്റ് മുഖേനയല്ലാതെ NOC എളുപ്പമാർഗത്തിൽ കിട്ടാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇന്ന് മലപ്പുറം ജില്ലയിലെ ഹെഡ്ക്വാർട്ടേഴ്സായ ഫോറസ്റ്റ് ഓഫീസ് നടക്കുന്ന സംഭവവികാസം. അതിനെതിരെ ഞാൻ മുഖ്യമന്ത്രിക്കും വനംവകുപ്പ് മന്ത്രിക്കും പരാതി കൊടുത്തിരുന്നു. എന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയും വനംവകുപ്പ് മന്ത്രി ഉത്തരവിടുകയും എനിക്ക് കത്തയക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ വനംവകുപ്പ് ഓഫീസിൽ ചെന്ന് ഇന്ന് മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്റെ മൊഴി എന്ന് പറഞ്ഞാൽ ഇവിടെ ജനങ്ങൾക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ അല്ലെങ്കിൽ ആവശ്യങ്ങൾ അത് സുതാര്യമാകണം. അഴിമതിയില്ലാതെ, ജനങ്ങളെ ദ്രോഹിക്കാതെ വനം വകുപ്പ് വളരെ സുതാര്യത്തോടു കൂടി ജനങ്ങൾക്ക് ഉപകാരപ്രദമായി NOC കൊടുക്കാനുള്ള സംവിധാനം ചെയ്യണമെന്നാണ് ഞാൻ മൊഴിയിൽ പറഞ്ഞിട്ടുള്ളത്. കൂടാതെ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ ചില റിട്ടയർഡ് വനം ഉദ്യോഗസ്ഥരും സ്വകാര്യ വ്യക്തികളും NOC തരപ്പെടുത്തി നൽകാൻ പണം വാങ്ങുന്നതായും ഇത് ഉദ്യോഗസ്ഥ ഒത്താശയോടെയാണെന്നും ഇക്കാര്യത്തിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്നും പരാതിയിലുണ്ട്. അതുപോലെ തന്നെ ഈ ഓഫീസിൽ NOCക്ക് അപേക്ഷ കൊടുത്താൽ അപേക്ഷ കൊടുത്തവിടെ മേടിച്ചു വെക്കും. എത്ര ദിവസം കൊണ്ട് അത് തിരിച്ച് NOC കിട്ടുന്നോ അല്ലെങ്കിൽ സ്ഥലം സന്ദർശിക്കാൻ വരുന്ന ഫോറസ്റ്റ് പറയില്ല. പക്ഷെ അവിടുന്ന് ഇടനിലക്കാർ കുറെ ആളുകളുണ്ട്. ആ ഇടനിലക്കാരെ കണ്ട് സമീപിച്ചാൽ അതിൽ റിട്ടയർഡ് ഉദ്യോഗസ്ഥന്മാരുണ്ട്, ഉദ്യോഗസ്ഥന്മാരെ ബിനാമികളായ കുറെ ഏജന്റുമാരുണ്ട്. ഇവരെ കൊണ്ട് സമീപിച്ചാൽ ചിലപ്പോൾ NOC ഒരാഴ്ച കൊണ്ട് കിട്ടും. എന്നാൽ ഏജന്റ് ഇല്ലാതെ നേരെ സമീപിച്ചാൽ മാസങ്ങളോളം പിടിക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്നിവിടെ ഫോറസ്റ്റ് സ്റ്റേഷനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെയാണ് ഞാൻ വളരെ അധികമായിട്ട് മുഖ്യമന്ത്രിയോടും മറ്റോടും പരാതി പറഞ്ഞിട്ടുള്ളതും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ മൊഴി കൊടുത്തിട്ടുള്ളത്. അടിയന്തരമായി അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഉടൻ തന്നെ റിപ്പോർട്ട് നൽകുമെന്ന് കോഴിക്കോട് വനം വിജിലൻസ് DFO ജയപ്രകാശ് പറഞ്ഞു. A+ വിഷൻ, നിലമ്പൂർ. പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ. ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ, ആരോഗ്യം സംരക്ഷിക്കൂ. കലർപ്പില്ലാത്ത പരിശുദ്ധി, കളങ്കമില്ലാത്ത നന്മ. ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ്, മുസ്ലിം പള്ളിക്ക് സമീപം, ഇടിവണ്ണ.